ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റ് അവിടെ ആവേശകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൗത്ത് ആഫ്രിക്കയെ എറിഞ്ഞിട്ടത് സിറാജായിരുന്നു. 55 റൺസിലാണ് സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആയത്. ഇപ്പോഴത്തെ ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യ മികച്ച കളിയാണ് പുറത്തെടുക്കുന്നത്, പ്രത്യേകിച്ച് രോഹിത് ശർമ്മ. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയുടെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ടോസ് ലഭിച്ചത് സൗത്ത് ആഫ്രിക്കൻ ടീമിനായിരുന്നു. അവർ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അവർക്ക് ഓപ്പണിംഗ് തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സിറാജ് ആദ്യം തന്നെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ എറിഞ്ഞിട്ടു. 15 റൺസിൽ അവരുടെ 4 വിക്കറ്റാണ് പോയിട്ടുണ്ടായിരുന്നത്. സിറാജ് മികച്ച പ്രകടനമാണെന്ന് പുറത്തെടുത്തത്. 6 വിക്കറ്റ് സിറാജ് നേടി. അതുപോലെ ബുംറ 2 വിക്കറ്റ് നേടി. സൗത്ത് ആഫ്രിക്ക 55 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് ഇത് റെക്കോർഡാണ്. ഒരു ടെസ്റ്റ് ക്രിക്കറ്റിലാണ് സൗത്ത് ആഫ്രിക്ക ഇത്രയും ചെറിയ സ്കോറിൽ ഓൾ ഔട്ടായിരിക്കുന്നത്. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാളും രോഹിത് ശർമ്മയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രോഹിത് തുടക്കം തന്നെ അടിച്ചു കളിച്ചു. എന്നാൽ ഇന്ത്യക്ക് ആദ്യം തന്നെ ജയ്സ്വാളിനെ നഷ്ടമായി. താരം ഇന്ന് മോശം കളിയാണ് പുറത്തെടുത്തത്. ജയ്സ്വാൾ ഡെക്കിലാണ് പുറത്തായത്. എങ്കിലും രോഹിത് ശർമ്മ തോറ്റുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. രോഹിത് ഒരു ഭാഗത്ത് അടിച്ചു കളിച്ചു. ജയ്സ്വാൾ പോയ ശേഷം വന്നത് ഗില്ലായിരുന്നു. രോഹിത് ശർമ്മയും ഗില്ലും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. എങ്കിലും സൗത്ത് ആഫ്രിക്ക ഇന്ന് മികച്ച ബോളിംഗ് പുറത്തെടുത്തു. എന്നാൽ രോഹിത് ശർമ്മയെ തളയ്ക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ത്യക്ക് നല്ലൊരു സ്റ്റാർട്ട് രോഹിത് ശർമ്മ ഇന്ന് സമ്മാനിച്ചു. സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനെ രോഹിത് ശർമ്മ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സ്റ്റാർട്ടിങ്ങിൽ രോഹിത് ഇങ്ങനെ കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പോലെ ഓൾ ഔട്ടായേനെ. ഇന്ത്യയുടെ സമ്മർദ്ദം രോഹിത് ശർമ്മ മാറ്റിക്കൊടുത്തു. എന്നിട്ട് രോഹിത് ശർമ്മ ഔട്ടായി. ശേഷം വന്നത് കോഹ്ലിയായിരുന്നു. കോഹ്ലിയും ഗില്ലും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ഇപ്പോൾ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 80 റൺസിൽ 2 വിക്കറ്റ് എന്ന അവസ്ഥയിലാണ്. ഇന്ത്യക്ക് 20 റൺസിന് മുകളിൽ ലീഡുണ്ട്. ഈ ടെസ്റ്റ് ഇന്ത്യ ജയിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.